സംവിധായകർ ലഹരിക്കുരുക്കിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് കൊച്ചിയിലെ 2 സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നത്. പ്രമുഖരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് കൊച്ചിയിലെ ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും പിടിയിലാകുന്നത്. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഈ രീതിയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ആ രീതിയിൽ അന്വേഷണം പോകണം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന റെയ്ഡിലാണ് ഇവർ 2 പേർ പിടിയിലാകുന്നത്. ഇയാളോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്. ഇയാൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ 3 പേരാണ് അറസ്റ്റിലാകുന്നത്. 1.6 ഗ്രാം കഞ്ചാവാണ് പിടികൂടുന്നത്. അളവ് കുറവായതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും വന്നത്. സിനിമാ മേഖലയിൽ ഒരുപക്ഷെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന 2 സംവിധായകർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഖാലിദ് റഹ്മാൻ, ആലപ്പുഴ ജിംഖാന ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തല്ലുമാല ഉണ്ട ഖാലിദിന്റെ ചിത്രങ്ങളാണ്. ആ രീതിയിലുള്ളൊരു സംവിധായകനാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണ്ടും ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ 2 അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായിരിക്കുന്നത്. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പല വിധത്തിലുള്ള പ്രവർത്തികൾ ലഹരിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല കേന്ദ്രങ്ങളും ഈ രീതിയിൽ ലഹരിയുടെ കേന്ദ്രങ്ങളാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പോലും ഈ ഷൈന്റെയും ശ്രീനാഥ് ഭാസിയുടെയും ഉൾപ്പെടെ പേരുകൾ മുന്നിലേക്ക് വരുന്നുണ്ട്. പല വിധത്തിൽ മൊഴികളൊക്കെ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, പ്രധാനപ്പെട്ട സംവിധായകരായതുകൊണ്ട് തന്നെ വീണ്ടും സിനിമാ സംഘടനകളുടെ ഉൾപ്പെടെ പ്രതികരണം ഇതിൽ വരാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണല്ലേ? എത്രയായാലും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ഈ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി സിനിമാ മേഖലയിലെ ഈ ഒരു ലഹരി ഉപയോഗം അത് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല, അവരെന്തെല്ലാം കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടോ അതെല്ലാം ആ പരിശോധന ഉൾപ്പെടെ കൃത്യമായിട്ട് ഇനി മുന്നിലേക്ക് പോയാൽ മാത്രമേ ഇതിൽ നിന്നും മോചനമുണ്ടാകൂ. ആ തലത്തിലുള്ള ഒരു പ്രതികരണം തീർച്ചയായിട്ടും ഇനി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനുവേണ്ടി എന്തെല്ലാം നടപടികൾ കൃത്യമായിട്ട് ഇനിയെങ്കിലും അവർ കൈക്കൊള്ളും എന്നുള്ളതും പ്രധാനമാണ്. ഇന്നത്തെ ദിവസം തന്നെ പ്രതികരണങ്ങൾ കാണുമല്ലേ? തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെഫ്ക തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ സെറ്റുകളിൽ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് എന്നുള്ള പേരിൽ എന്തോ രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. കാരണം ഈ 2 പേരാണ് ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെ സംഘടന ഈ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം സെറ്റുകളിൽ വെച്ച് പൊറിപ്പിക്കില്ല എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തിൽ അവർ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേസിൽ ഈ 3 പേർ അറസ്റ്റിലാകുന്നു. അതിൽ 2 പേർ സംവിധായകരാണ്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് കഞ്ചാവല്ല, അതിനെന്താ പ്രശ്നം, വലിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് എന്നുള്ളതാണ് എക്സൈസ് സംഘം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവമൊന്നും അവർ അത് കണക്കാക്കുന്നില്ല. ഒരുപക്ഷെ തങ്ങളെ ആരും പിടിക്കില്ല എന്നുള്ള ഒരു ചിന്തയാകാം, അല്ലെങ്കിൽ പിടിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്തയാകാം. അത്തരം ചിന്തകൾ നല്ലതല്ല. കാരണം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണല്ലോ ജീവിക്കേണ്ടത്. രാജ്യത്ത് കഞ്ചാവ് നിരോധിച്ചിട്ടുള്ളതൊന്നാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്നുള്ളൊരു തോന്നൽ അവർക്കൂടി ഉണ്ടാകണം. അങ്ങനൊരു തോന്നൽ അവർക്കില്ല എന്നുള്ളതാണ് എക്സൈസ് സംഘം നമ്മളോട് പറഞ്ഞത്. വളരെ ലാഘവത്തോടുകൂടിയാണ് അത് കഞ്ചാവിൽ അതിനെന്താ കുഴപ്പം, അത് വലിക്കുന്നതിനെന്താ കുഴപ്പം, എല്ലാവരും വലിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം അവരിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ശരിയാണോ എന്നുള്ളതും കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം നിരോധിക്കപ്പെട്ട ഒരു സബ്സ്റ്റൻസ്, ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നത് അത് കുറ്റകരമാണെന്നുള്ളൊരു തോന്നൽ കൂടി നമ്മളുടെ ബോധ്യങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം തടയുന്നതിന് കൂടി സഹായകരമാകും. അതായത് ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇവരുടെ പ്രതികരണം ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തു പറയുകയാണ്. എന്തായാലും എക്സൈസിനെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ്. കാരണം ഈ ലഹരി വ്യാപനം സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കാതെ അങ്ങനെ കിട്ടിയൊരു വിവരത്തിൻ്റെ പിന്നാലെ പോവുകയും അതിൽ 2 പേരെ പിടികൂടാനും എക്സൈസിന് കഴിഞ്ഞ രാത്രിയിലാണ് ഈ രഹസ്യ വിവരം ഈ രഹസ്യ വിവരം എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ് എന്നുള്ള രീതിയിലുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അരുൺ അവിടേക്കൊരു റെയ്ഡ് ഉണ്ടായത്.
അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അവർ രഹസ്യവിവരം എങ്ങനെയുള്ള രഹസ്യവിവരമാണെന്നൊന്നും നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ ഉടനടി അവർ അക്കാര്യത്തിൽ നടപടിയെടുത്തു. അതുകൊണ്ടാണ് ഇവർ ഫ്ലാറ്റിലെത്തുമ്പോൾ ഈ 3 പേരും ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിൽ കണ്ടത്. അല്ലാത്ത പക്ഷം കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞേനെയുമായിരുന്നു. അപ്പോൾ പിന്നെ തൊണ്ടി മുതൽ അവർക്ക് കിട്ടാൻ സാധ്യത ഇല്ല. പിന്നെ പോയി വൈദ്യപരിശോധനയൊക്കെ നടത്തി അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണമായിരുന്നു. പക്ഷേ ഇതിന് ഈ വിഷയത്തിൽ എക്സൈസ് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് തൊണ്ടി മുതൽ കൂടി ആ ഹൈബ്രിഡ് കഞ്ചാവും അത് വലിക്കുന്നതിന് വേണ്ടി ഉള്ള മറ്റ് സാമഗ്രികളും എല്ലാം കൂടെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് ഈ കേസിൽ എന്തൊരു നേട്ടമാണ്. അല്ലാത്ത പക്ഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ അത് ഉപയോഗിച്ച് കഴിഞ്ഞേനെയുമായിരുന്നു. പിന്നെ അതിനുശേഷം കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യപരിശോധനയിലേക്ക് പോകണം. വൈദ്യപരിശോധനയിലായിരിക്കണം പിന്നെ തെളിയിക്കേണ്ടത്. എന്തായാലും ഈ കൈവശം വെച്ചു എന്നൊരു കുറ്റം അവർക്കെതിരെ ചുമത്താൻ കഴിയും. മറ്റേത് ഉപയോഗിച്ചതിനായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ കൂടി ആ വിഷയത്തിലുണ്ട്. എന്തായാലും കൈയോടെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എക്സൈസിന് ഈ കേസിൽ നേട്ടം തന്നെയാണ്.